ആരാണ് സലഫി? സലഫി എന്ന പേരെങ്ങനെ വന്നു? ഇതൊന്നും ഇവിടെ വിവരിക്കേണ്ടതില്ല, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സലഫ് സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചവർ ആരാണ്? സലഫ് സാലിഹുകൾ ആദ്യത്തെ 3 തലമുറ ആരൊക്കെയാണ്? സഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. എന്റെ ഉമ്മത്തിന് ഏറ്റവും ഉത്തമർ എന്റെ തലമുറ. റസൂലുള്ളാഹിയുടെ തലമുറ ആരാ? സഹാബത്ത്. പിന്നെ അതിനടുത്തവർ അതാരാ? താബിഉകൾ, നബിയെ കണ്ടിട്ടില്ലാത്ത സഹാബത്തിൽ നിന്ന് ദീന് പഠിച്ചവർ. പിന്നെ അതിനടുത്തവർ സഹാബികൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ, താബിയങ്ങളിൽ നിന്ന് ദീന് പഠിച്ച തബഉ താബിഉകൾ. ഈ 3 തലമുറയാണ് ഇസ്ലാമിക സമുദായത്തിലെ മാതൃകാ തലമുറ. അവർ ജീവിച്ചതുപോലെ ജീവിക്കുന്നവർ അവരാണ് സലഫികൾ. ചില ആളുകൾ മനസ്സിലാക്കി എന്താ അറിയോ? ഖുർആനും ഹദീസും പ്രമാണങ്ങൾ വിശദീകരിക്കുമ്പോ, തർക്ക വിഷയങ്ങൾ വരുമ്പോ അത് തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് സലഫിയത്ത്. അങ്ങനെ മനസ്സിലാക്കിയിട്ടത്. അത് ശരിയാണ്. ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? സലഫുകൾ മനസ്സിലാക്കിയതുപോലെയാണ്. ഒരായത്തിന്റെ വ്യാഖ്യാനം, ഒരു ഹദീസിന്റെ വ്യാഖ്യാനം, അതൊക്കെ സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെ മനസ്സിലാക്കണം. പക്ഷെ പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള വെറും ഒരു മെത്തഡോളജി മാത്രമല്ല സലഫിയത്ത്. മറിച്ച് സലഫിയത്ത് ഒരു ജീവിത ശൈലിയാണ്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും സലഫുകളുടെ മാതൃകയെ അനുകരിച്ചുകൊണ്ട് സലഫുകൾ ജീവിച്ചതുപോലെ ജീവിക്കുക.